വൈവിധ്യമാർന്ന ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഒളിച്ചിതറി നിൽക്കുന്ന വളരെ പ്രഫുല്ലമായ ഒരു സാംസ്കാരിക ഭൂമികയിലാണ് നമ്മുടെ ഈ മഹാക്ഷേത്രം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം നിലനിൽക്കുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി മിത്തുകളും അതുപോലെ തന്നെ ഐതിഹ്യങ്ങളും പുരാണങ്ങളും പിന്നെ ഈ വായ്മൊഴി പഴക്കങ്ങളും അല്ലെങ്കിൽ പഴയ ആളുകളുടെ ഒക്കെ പിന്നെ അവരുടെ തലമുറകളുടെ സ്മൃതികളും ഒക്കെ ചേർന്നുള്ള ഒരു ഭൂമികയാണ് നാവായിക്കുളം ക്ഷേത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഏകദേശം ഒരു 5-6 നൂറ്റാണ്ട് പഴക്കമുള്ളതായിട്ട് നാവായിക്കുളം ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു 6 നൂറ്റാണ്ടുകൾ ഇതിന് പഴക്കമുള്ളതായിട്ട് പറയാനായിട്ട് കഴിയും. കാരണം ഇത് വേണാട് രാജാവിൻ്റെ കോയ്മയിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു. പിന്നീട് അത് കായംകുളം രാജാവിലേക്ക് കൈമാറിപ്പെടുന്നു. നമുക്കറിയാം, ഈ ക്ഷേത്ര ചരിത്രങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് രാജവംശവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പം വേണാട് രാജാവിൽ നിന്ന് കൈമാറി അല്ലെങ്കിൽ ബന്ധുപരമായിട്ട് കൈമാറി കായംകുളം രാജാവിന് വരികയും ചെയ്ത അങ്ങനെ പല പിന്നെ ചരിത്ര ഏടുകൾ നമുക്ക് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിനെയൊക്കെ പിന്നെ ഉപോത്ബലകമായിട്ട് നാവായിക്കുളം ചേപ്പേട് എന്ന് പറയുന്ന അല്ലെങ്കിൽ നാവായിക്കുളം ചെമ്പ് പട്ടയം എന്ന് പറയുന്ന ആ ഒരു പിന്നെ ചരിത്രപരമായിട്ടുള്ള അവസ്ഥ നമുക്ക് കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാംസ്കാരികമായ ഭൂമികയാണ് നമ്മുടെ നാവായിക്കുളം. ഈ ക്ഷേത്രം പിന്നെ അതിൻ്റെ താമ്ര പത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ AD 505-നും 514-നും ഇടയ്ക്കാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അതായത് ഇതിന് മറ്റൊരു പിന്നെ ചരിത്രപരമായ സവിശേഷതകൾ കൂടിയുണ്ട്. അതായത് 7-ാം നൂറ്റാണ്ട് ചരിത്രം, കേരളത്തിൻ്റെ 7-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ 7-ാം നൂറ്റാണ്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഹിന്ദു മതത്തിലെ 2 വിഭാഗങ്ങൾ, ശൈവരും അതുപോലെ തന്നെ വൈഷ്ണവരും തമ്മിൽ ഒരു ഭയങ്കരമായിട്ടുള്ള പിന്നെ എതിർപ്പ് ഉണ്ടായി. ശിവാരാധനയിൽ വരുന്ന ശൈവരും അതുപോലെ തന്നെ വിഷ്ണുവിനെ ആരാധിക്കുന്ന വൈഷ്ണവരും തമ്മിൽ നടന്ന അതിരൂക്ഷമായ സംഘട്ടനം ഒടുവിൽ അത് ഒരു സമന്വയത്തിൻ്റെ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ഒരു ഐക്യത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും അങ്ങനെയാണ് ശങ്കരനാരായണ സ്വരൂപം ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശങ്കരനും പിന്നെ ശിവനും വിഷ്ണുവും ചേർന്നുള്ള ഒരു സ്വരൂപമായിട്ട് നമുക്കിതിനെ വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ രൂപം കൊണ്ട ഈ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം നമുക്ക് ഈ തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. ഇതിൻ്റെ ആദ്യകാലം ഈ ക്ഷേത്രത്തിൻ്റെ കോയ്മ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 7 മഠങ്ങൾ ഇവിടെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്ര ഭരണം അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ കോയ്മ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഒരു മഠമെന്ന് പറയുന്നത് മാവേലി മഠം, അതുപോലെ പിന്നെ പുല്ലാന്നി മഠം, വെള്ളൂർ മഠം, തെങ്കാച്ചി മഠം, പിന്നെ നെയ്തശ്ശേരി മഠം തുടങ്ങിയ 7 മഠങ്ങളുടെ കോയ്മയിലായിരുന്നു ഈ ക്ഷേത്രം നിലനിന്നിരുന്നത്. പിന്നീട് കാലക്രമേണ നമ്മുടെ പിന്നെ കേരള ചരിത്രം രൂപപ്പെട്ടു വന്നപ്പോൾ ഈ ക്ഷേത്രങ്ങളെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാവുകയും ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം വർക്കല ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് അറിയപ്പെടുന്നത്.